ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് മാം. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാം. നമ്മള് ആദ്യമായിട്ടാണല്ലേ കാണുന്നത്? ആണോ? അതെ. അതെ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? കോൺവെക്കേഷനിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. കോൺവൊക്കേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടോ? അല്ലേ? ഞാനും MT എടുക്കുന്ന ടീച്ചർ തന്നെയാണ് കേട്ടോ. PG എടുത്തിട്ടില്ല നോക്കാം. നിങ്ങൾ 12th ബാച്ചും 13th ബാച്ചും അല്ലേ ഉള്ളത്? 14 എനിക്കറിയാം. 14 പിള്ളേരാണ്. 14 ഉണ്ട് മാം. 12th 13 അല്ലേ ഉള്ളത്? ബാക്കി 14 ഒഴിച്ച്. എന്റെ പേര് ആതിര എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു PGയുടെ ജേർണിയിൽ നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും. ഇനി പോകുന്ന ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പോകുന്നു. എന്താണ് M4 മാഡ്നസ് ഉണ്ടാക്കുന്ന പേരെന്താ ശരിക്കും? എന്റെ പേര് ലൗലി എന്നാണ്. മോൻ ഒരു യൂട്യൂബ് ചാനൽ ചെറുതായിരിക്കുമ്പോ ഒരു അങ്ങനെ ഇട്ടൊരു ഇതാണ്. അപ്പൊ ഞാൻ കയറിയപ്പോ 2 ഇതുണ്ട്. അപ്പൊ അതിനകത്ത് കയറിയപ്പോ മാറിപ്പോയതാണ്. പിന്നെ ഇതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചു. അത് അവനോട് പറഞ്ഞാൽ തന്നെ മാറ്റി തരും കേട്ടോ. പറഞ്ഞോളാം മാം. പറഞ്ഞു മാറ്റിക്കോളാം കേട്ടോ. അവൻ കണ്ടപ്പോ എന്താണ് M4 മാഡ്നസ്? അവള് കുട്ടിയായിരുന്നു. അവനിപ്പോ വർക്ക് ചെയ്യണ കുട്ടിയായിരുന്നപ്പോ ഇട്ടതാണ്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ. ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ് മാം. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് നമ്മൾ 3 മാസത്തെ ഫോളോ അപ്പിന് പോകുന്നുണ്ട്. അത്രേ ഉള്ളു. വേറെ എല്ലാം ഓക്കെ ആയി. പക്ഷെ കൈക്ക് ഒരു നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ കഷത്തിലെ ലിംഫ് നോഡ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ. ഇപ്പൊ ഓക്കെയാണ് മാം. വേറെ കുഴപ്പമൊന്നുമില്ല. കൈക്കൊരു നീർക്കെട്ട് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കാനുണ്ട്. കൃപ കൊണ്ട് അത്രയൊക്കെ ആയി. ഇപ്പൊ ഒരു 2 വർഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷമായി കീമോ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഓക്കെ, ഇവൻ കുഴപ്പമില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട്. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ അറിയില്ല കേട്ടോ. 12th 13 എനിക്ക് അറിയില്ല. സനീഷ KP നമ്മുടെ 14ലാണോ? സനീഷ? യെസ് മാം. വിനീഷ പ്രകാശ്? അതെ മാം, 14 സുദേശിനെ എനിക്കറിയില്ല. 13th ബാച്ചാണ്. ശ്രുതി വേറെ ചെയ്യുന്നതാണോ? ചെയ്യുന്നേ മാം ഞാനിപ്പോ നിലവിൽ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. വേറെ അങ്ങനെ വർക്കൊന്നും ചെയ്യുന്നില്ല. സ്ഥലം എവിടെയാ ശ്രുതിയുടെ? സ്ഥലം ഇവിടെ ചൊവ്വരയാണ്. ഓക്കെ. പിന്നെ ലൗലി വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. എനിക്കൊരു ഗ്രാൻഡ് ചൈൽഡ് ഒക്കെ ഉണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് ഏജ് ഉണ്ട്. 50 ഉള്ള ഏജ് ഉണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെ കീമോ ഒക്കെ എടുത്തിരുന്നപ്പോ എനിക്ക് ചെറുപ്പത്തിലേ ഒന്നും അങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും പറ്റിയില്ല. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. പിന്നെ നേഴ്സിങ്ങിന് കിട്ടി, അത് കംപ്ലീറ്റ് ആവാൻ പറ്റിയില്ല. അവിടെ പ്രശ്നങ്ങൾ വന്നിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇങ്ങനെ എടുത്തപ്പോ ഇപ്പൊ ഫ്രീ ആണ്. കുറച്ചും കൂടി പിള്ളേരൊക്കെ എല്ലാം ഒരുവിധം ആയല്ലോ. അപ്പൊ എനിക്ക് തോന്നി പഠിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യണതാണ്. ഓക്കെ. എന്റെ വീട് ഇവിടെ കൂട്ടുകാരാണ് മാം. മാമിന്റെ വീട് എവിടെയാ? മാമിന്റെ വീട് എവിടെയാ? വേറൂര് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞല്ലേ ലൗലി? അതൊരു ജോലിയല്ലേ ഹൗസ് വൈഫ്? അല്ല, ഞാൻ വേറെ വർക്ക്. അതെ, വർക്കാണ്. അത് ശരിയാ. നമ്മളെ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി അത് തന്നെയാണ്. പക്ഷെ അത് നമുക്കേ അറിയുള്ളൂ. കുടുംബത്തെ മാനേജ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ശരിയാ. ഒരിക്കലും കുറച്ച് കാണണ്ട, ഒരിക്കലും നല്ല അഭിമാനത്തോട് പറയാം ഞാൻ ഹൗസ് വൈഫ് ആണ് കേട്ടോ. അതെ. പിന്നെ ആരൊക്കെയാണ്? ഞാനൊന്ന് കുറച്ച് നിങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ക്ലാസ് എടുക്കാന്ന് പറയുന്നത് എടുക്കും, തുടങ്ങും. PG ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം.
ഇതെന്നെ പോലെ നിങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സംസാരിക്കുന്നതാണ് കേട്ടോ. ഞാൻ മെയിൻലി എന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ സൈക്കോളജി ആണ് എടുക്കുന്നത്. സൈക്കോളജി ആണ് മെയിൻ ടോപ്പിക്. എല്ലാ പോർഷൻസും കവർ ചെയ്യും നമ്മള്. എന്നാൽ എന്റെ മെയിൻ ടോപ്പിക്സിനെ പറ്റി പറഞ്ഞു കേട്ടോ. ഓക്കെ, സഞ്ജന ആരാണ്? സഞ്ജന ഉണ്ടോ? സജന. സജന, ഓക്കെ. സജന വിജാസ് സാജു. സജന എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. 2 മക്കളുണ്ട്. MT13 ബാച്ചിലാണ്. MT13, ഓക്കെ. ആലുവ കീഴ്മാടാണ് സ്ഥലം. കീഴ്മാട് അല്ലേ? കീഴ്മാട് ഒരു പള്ളിയില്ലേടോ? നല്ലൊരു പള്ളിയില്ലേ? എപ്പോഴും നമ്മുടെ ക്രിസ്മസ് സീസൺ ഒക്കെ ആകുമ്പോ ഇവിടെ ഭയങ്കര പ്രോഗ്രാംസ് ഒക്കെ എടുക്കുന്ന ആ പള്ളിയാണോ കീഴ്മാട് പള്ളി? ചുണങ്ങം വേലിപ്പള്ളി ആയിരിക്കും അത്. അങ്ങനെ അറിയില്ല. ഞാൻ വന്നിട്ടുണ്ട് പ്രോഗ്രാം കാണാനൊക്കെ. ക്രിസ്മസ് വില്ലേജ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം. അവിടെ പരിപാടി ഉണ്ടാകാറുണ്ട്. അതെ. പിന്നെ ആതിര MB. ഞാൻ 13 ആണ് സർ. 13 ആണ്, ഓക്കെ. അതിൽ ഞാൻ ഹൗസ് വൈഫാണ്. മോനുണ്ട് 3 വയസ്സുള്ള, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. 3 വയസ്സ്, ഓക്കെ. വേറെ എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് അതില ജോയിൻ ചെയ്തത്? ഞാൻ ആക്ച്വലി BEd കംപ്ലീറ്റഡ് ആണ്. എന്തോ? BEd കംപ്ലീറ്റഡ് ആണ്. BEd ഏതായിരുന്നു സബ്ജക്ട്? നാച്ചുറൽ സയൻസ് ആയിരുന്നു. നാച്ചുറൽ സയൻസ്, ഓക്കെ. ഏത് കോളേജായിരുന്നു? ഞാൻ പുത്തൻകുരിശ് കോളേജ് ഉണ്ട്, മലയെക്കുറിച്ച്, എറണാകുളം അല്ലേ? അതെ. വീട് ചോറ്റാനിക്കര. ഞാൻ നമ്മുടെ തൃപ്പൂണിത്തുറ കോളേജിലാണ് പഠിച്ചത്. CT തൃപ്പൂണിത്തുറ ഉണ്ടല്ലേ, ബോയ്സ് സ്കൂളിലുള്ള സ്കൂളിലുള്ളതല്ലേ? BEd കോളേജ്. ഞാൻ അവിടെ പഠിച്ചത്. കണ്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അഞ്ജു രാകേഷ്. അഞ്ജു. യെസ്, ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടില്. ഞാൻ ശരിക്കും പറഞ്ഞ ടീച്ചർ MT9 1 മാസം ഉണ്ടായിരുന്നു. പിന്നെ കഫക്കെട്ട് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ സാറിന്റെ ചോദിച്ചിട്ട് MT12 മാറിയതാണ്. ഞാൻ ടീച്ചറുടെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ടീച്ചറാ എടുത്തേ ഞങ്ങൾക്ക് അന്ന്. ആദ്യം MT9 പിന്നെ ഞാൻ നല്ല ബാച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ ഡിസ്കണ്ടിന്യൂസ് ആയെന്ന് വെച്ചാല് ഹോസ്പിറ്റലൈസ് ആയി. അപ്പൊ എനിക്ക് ക്ലാസ്സുകളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുമ്പം ഓൺലൈൻ ക്ലാസ് കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ റെക്കോർഡ് ക്ലാസ് കാണാനുള്ള സമയം കിട്ടാറില്ല. മോളും 2 മക്കളുണ്ട്. പിന്നെ അവരെ കാര്യം എല്ലാം കൂടെ ഒക്കെ ആവുമ്പോ നടക്കത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ സാറിന്റെ ചോദിച്ചിട്ട് MT12 ആയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോ അവരുടെ അടുത്ത് പറയുകയും ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാച്ച്. കാരണം ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നമ്മൾ ഒരു ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇന്ന ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല ഇൻഫോം തരും. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബാച്ചായിരുന്നു അത്. എനിക്ക് പക്ഷെ അവരെന്നെ അപ്പം അതിലെ ആര്യെ വിളിച്ചിട്ട് പറയും നീ മാറിയിട്ടുണ്ട്, ഞങ്ങളിപ്പോഴും എല്ലാരും പറയാറുണ്ട് കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അഞ്ജുനെ എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ എപ്പോഴാ കണ്ടെന്നുള്ളത്. ഞാൻ 1 മാസം തികച്ചില്ലായിരുന്ന ടീച്ചറെ. പക്ഷെ ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ടീച്ചറാ ഞങ്ങൾക്ക് എടുത്തത്. ഞാൻ പറഞ്ഞത് MT9 നല്ല കുട്ടികളായിരുന്നു. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികള്, അത്യാവശ്യം പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തോളൂ. വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കുന്നത്. എല്ലാവരും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതല്ല പറഞ്ഞത്. പക്ഷെ നമുക്ക് അഭിമാനത്തോട് പറയാൻ നല്ല കുട്ടികൾ. അതേപോലെ തന്നെ MT8 നല്ല ആക്റ്റീവ് ആയിരുന്നു ആ ഗ്രൂപ്പേ. ഇപ്പൊ നമുക്ക് ഓരോന്ന് പ്രെയർ പറയാനായിട്ടായാലും നമ്മുടെ അത് പറയാൻ നമ്മളൊരു കറക്റ്റ് എല്ലാവരും ചേർന്ന് ഒരു ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബാച്ച്. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതിലേക്ക്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ബാച്ച് നല്ലതല്ലെന്നല്ല പറയുന്ന, അത് നല്ല ഒരു ഇതായിരുന്നു. ഹലോ മാം, എന്റെ പേര് അശ്വതി ദേവ്. ഇവിടെ ദുബായിലാണ്. അതെ, 2 കുട്ടികളുണ്ട്.
ഒരാള് 8ലും ഒരാള് 3rd ഗ്രേഡിലും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു ബേബി സിറ്റിങ്ങിന് പോകുന്നുണ്ട് ഒരു വീട്ടില്. ഓക്കെ. അപ്പൊ ഉച്ചയ്ക്ക് ഇപ്പോ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോണം. ഓക്കെ. അടുത്ത് തന്നെയാണോ, ദൂരമുണ്ടോ? തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് അവര് ബേബി സിറ്റിംഗ് അതിനായിട്ട് പോകുന്നത്. ഓക്കെ നല്ല കാര്യം കേട്ടോ. ഓക്കെ മാം. അത് കുറെ നാളായോ നോക്കി തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 3 months ആയി പോയി തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ക്ലാസ് മോർണിംഗിലെ ക്ലാസ് ഒന്നും കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. റെക്കോർഡ് ക്ലാസ് പറ്റണില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ വരുന്നു. ബട്ട് ഓക്കെ. നോക്കാം, നമുക്ക് എക്സാമിന് ടൈം ആവുമ്പോഴേക്കും ഒന്ന് അടുപ്പിച്ച് കയറാം. പിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു, അപ്പൊ തന്നെ നമുക്ക് ഒരു കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കാം, അവർ പറഞ്ഞു തരും കേട്ടോ. അതെ അതെ. ആരും പറഞ്ഞു തന്നില്ലേ നമ്മളോട് ചോദിക്കാൻ, ഞങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അതെ മാം. ഓക്കെ മാം. ഹസീന നമ്മുടെ ഹൈസ് 14-ലാണോ? 12 ആണോ? അതെ. ഓക്കെ, പറയൂ ഹസീന. എന്റെ സ്ഥലം ചെർപ്പളശ്ശേരി, പാലക്കാട്. ചെറുപ്പുളശ്ശേരി. ഓക്കെ. ഞാൻ ഹൗസ് വൈഫാണ്. M.Com. കഴിഞ്ഞ എന്തുകൊണ്ട് ജോലിക്ക് പോയില്ലാണോ? കുട്ടി ചെറിയ കുട്ടി പോയില്ല. ചെറിയ കുട്ടി വലുതാകുമ്പോ പോണം കേട്ടോ. ഓക്കെ ഓക്കെ. ജിതിൻ DK എന്ന് പറയുന്ന ആരാ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഞാൻ സ്നേഹ. സ്നേഹ. ഓക്കെ. സ്നേഹ എവിടെന്നാ? ഞാൻ വടകര, കോഴിക്കോട്. വടകര. വടകര. സ്വന്തം നാട് കണ്ണൂർ, എന്റെ വീടാണ് വടകര. ഓക്കെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് പുകയുന്ന ജോലിയാണല്ലേ? തല പുകയുന്ന ജോലിയാണ്. കണക്കൂട്ടലൊക്കെ കറക്റ്റ് ആവാറില്ലേ? നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താൽ എല്ലാം എളുപ്പം തന്നെയാണ് മാം. നമ്മളത് കുറച്ച് അയ്യോ ഏത് കണക്ക് കൂട്ടലുകൾ കറക്റ്റ് ആവാറില്ലേ എന്നാണ് ചോദിച്ചത് ടീച്ചർ. കറക്റ്റ് ആവാറുണ്ട്. ഇഷ്ടമുള്ള അതാണ് ടീച്ചർ ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ടാണ് ടീച്ചർ ഞാൻ അക്കൗണ്ടന്റ് ആയത്. ഓക്കെ. മാരീഡ് ആണോ സ്നേഹ? മാരീഡ് ആണ്. 2 മക്കളുണ്ട്. ഒരാള് UKG പഠിക്കുന്ന, ഒരാൾക്ക് 2. ലിനി തോമസ് നമ്മുടെ ലിനിയാണോ കോട്ടയിലെ? യെസ് മാം. പരിചയപ്പെടേണ്ട ആവശ്യമില്ല. അതെ, നമ്മൾ നേരിട്ട് കാണും ചെയ്തു മിഞ്ഞാന്ന്. രേവതി ഉണ്ടല്ലോ, രേവതി കയറിയ ക്ലാസ്സിലാ? അതെ മാം. ശരി. നമുക്ക് അവിടെയും കാണാം ഇവിടെയും കാണാൻ 2 ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അതെ അതെ മാം. ഷബീന. യെസ് ഷബീന. യെസ് മാം. ഷബീന എവിടെന്നാ? ഞാൻ കോട്ടയം ജില്ലയില് വൈക്കം ചെമ്പെന്ന് പറയുന്ന സ്ഥലം. ചെമ്പോ? വൈക്കം അറിയാം, അമ്പലം അറിയാം. വൈക്കം കാട്ടിക്കുന്ന് എന്ന് പറയാ ചെമ്പ് ആ ഏരിയ വരും. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ലിറ്റററി കൗൺസിലറായിട്ട്. അത് ഒരു 4 വർഷത്തെ പ്രൊജക്ട് വർക്ക് ആയിരുന്നു. തീരാറായിട്ടുണ്ട്. അടുത്ത മാസം കൊണ്ട് തീരും. മാരീഡാണ്. 3 കുട്ടികള്. ഹസ്ബൻഡ്. 3 ആൺകുട്ടികളാണ്. കുഞ്ഞാണ് ഏറ്റവും ഇളയത്. പൊടിക്കുഞ്ഞാണ്. എത്ര മാസമായി? അപ്പോ ഒരു 1.25 വയസ്സ്. ആൾക്കാര് പഠിക്കുന്നു 10ലും 8ലും. മൂത്തയാള് 10ാം ക്ലാസ്സിലോ? അതെ. രണ്ടാമത്തെ ആള് 8ല് പഠിക്കുന്നു. നമുക്ക് DP നോക്കി കഴിഞ്ഞാൽ പിക്ചർ കിട്ടും. DPയിലുള്ള നിങ്ങളുടെ ഫാമിലി പിക്ചറിലെ എന്താ മനസ്സിലാവും അല്ലെ? കുഞ്ഞിനെയാണോ എടുത്തിരിക്കുന്നത്? കുട്ടീനെ ഫാമിലി പിക്ചറാണത്. ഓക്കെ, ശരിയല്ലോ. സിൻസി സുമേഷ്. സിൻസി
എന്റെ വീട് ചെറായിലാണ്. ഞാൻ ചെറായിൽ എവിടെയാണോ? ചെറായിൽ ചെറായി എവിടെയാണോ? ബേക്കറി സ്റ്റോപ്പ്. ബേക്കറി സ്റ്റോപ്പിൽ നിന്ന് കിഴക്കാണോ പടിഞ്ഞാറാണോ? ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ ശബ്ദം. ആണോ? ആ ഓക്കെ. ചെറായിൽ എവിടെയാന്ന് പറഞ്ഞ ബേക്കറി സ്റ്റോപ്പിൽ എവിടെയാണ്? എന്റെ ബേക്കറി സ്റ്റോപ്പിന് കിഴക്ക് വശം. കിഴക്ക് വശം. എങ്ങോട്ട് പോണം? ഉള്ളിലേക്ക് പോണോ അധികം? ഉള്ളിലേക്ക് അധികം പോണ്ടാവ. ഒരു കടയുണ്ടല്ലോ അവിടെ, ഒരു പ്രതാപൻ ചേട്ടന്റെ ആ കട കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോ തന്നെ 4ാമത്തെ വീട്. പിന്നെ ബേക്കറി ബസ് സ്റ്റോപ്പിൽ തന്നെ എനിക്ക് ഒരു ഷോപ്പ് ഉണ്ട്, ലേഡീസ് സ്റ്റോർ ഉണ്ട്. ഓക്കെ. നവീൻ കുമാറിനെ അറിയാവോ? നവീൻ കുമാർ, ഹിമ നവീനൊക്കെ അറിയാവോ? നവീന അറിയില്ല. ഇല്ല. എന്റെ അമ്മയുടെ വീട് അവിടെയാണ്. എന്റെ അമ്മയുടെ വീട് അവിടെയാണ്. എല്ലാവരും കസിൻസ് ഒക്കെ അവിടെ തന്നെയാണ്. അതെന്ന് ചോദിച്ചേട്ടോ. ഒത്തിരി പോണം, ഉള്ളിലേക്ക് പോണം. അതാണ് പറഞ്ഞ ആളുടെ പേരാണ് നവീൻ. അച്ഛൻ മറ്റേ ചെത്തിന്റെ ജോലിയായിരുന്നു, കണ്ട് ചെത്ത്. ആണോ? എനിക്ക് സതീഷ് സാറിലേക്ക് വീട് അറിയാമോ? സതീഷ് സാറ് ട്യൂഷൻ എടുത്തിരുന്ന സതീഷ്. അതെനിക്കറിയാം. ആ ഒരു കടയുടെ അടുത്തല്ലേ, കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് വീട്. ഒരു വലിയ വീടല്ലേ, 2 നില വീട്. പ്രതിമയുണ്ട് അതിനകത്ത്. അതെ, റോഡ് സൈഡിൽ അറിയാം. ഞങ്ങൾ പള്ളിയിലേക്ക് പോണ വഴിയാണത്. അതിന്റെ അത്ര അങ്ങോട്ട് പോണ്ട. അത്ര അതിന് കുറച്ചൊരു 2 വളവിന് മുമ്പ്. സിൻസിനെ മാരേജ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊക്കെയാണ്. ശരി ശരി. ഓക്കെ. അപ്പൊ അമ്മ അറിയിച്ചു. ഓക്കെ കേട്ടോ. പിന്നെ വരുമ്പോ കടയിലേക്ക്. ശ്രുതിനെ നമ്മൾ പരിചയപ്പെട്ടല്ലേ ആദ്യം? ശ്രുതി. യെസ് മാം, പരിചയപ്പെട്ടായിരുന്നു. ടെസ്സി ലോറൻസ്. ഹലോ മാം, ഞാൻ MT 13th ബാച്ചാണ്. നല്ലൊരു പേരാണല്ലോ ടെസ്സി. ആണ്. 3 കുട്ടികളുണ്ട്. പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സൺഡേ കാറ്റിസം പഠിപ്പിക്കാൻ പോകുന്നുണ്ട് പള്ളിയില്. അങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞങ്ങള് തൃശ്ശൂരാണ്. തൃശ്ശൂര് ചേർപ്പ് എന്ന് പറയും. അമ്പ അത് ലാസ്റ്റത്തെ പേര് ആരുടെയാണ്? മാനേജർ ടീച്ചറെ. PG-ലുണ്ടോ? പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അന്ന്, ശ്രദ്ധിക്കാൻ പറ്റും. PG-ലുണ്ട്. എനിക്കറിയാം, വെറുതെ ചോദിച്ചതാ. കഴിഞ്ഞ സമയത്ത് മിസ്സാ പറഞ്ഞു. എന്താ അവിടെ നിന്ന് പരിചയപ്പെട്ട ഞാൻ ചോദിച്ചു, എന്താണ് മില്ലുമായിട്ട് സംസാരിക്കുന്നത്, എങ്ങനെ കണക്ഷൻ പറയുന്നത് PG-ലുണ്ടെന്ന് പറഞ്ഞു. അതാണ് മിനിമയുടെ അന്ന് ഒരു ക്ലാസ്, കഴിഞ്ഞ ആഴ്ച ക്ലാസ്. അത് ഞാൻ ഒന്ന് പോയി കാണട്ടെ, അവിടെ വെച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് ഓടിപ്പോയി കണ്ടത്. അപ്പൊ ഏകദേശം ഇത്രയും സ്റ്റുഡൻസ് ആണ് ഉണ്ടാവാറ്? എന്തോരം ക്ലാസ്സിലെ സ്ട്രെങ്ത് PG-ല്? കുറച്ചും കൂടി. ഇന്ന് ആർക്കോ മിസ് എക്സാം നടക്കണില്ല, ഇനി അത് കാരണം MD 12 എക്സാം ആണ് ഞങ്ങൾക്ക്. അതായിരിക്കും. കുറച്ചും കൂടി പേരുണ്ടാവാറുണ്ട്. 30-40 പേരിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതാണ് തോന്നുന്നു. ശരി. എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയൊരു സന്തോഷം. ഇപ്പൊ PG എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തുടങ്ങിയിട്ട്? മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കൊറേയൊക്കെ നമ്മുടെ ഇതിന്റെ കണ്ടിന്യൂസ് പോലെയൊക്കെ തോന്നി. അത് കാരണം കുഴപ്പമില്ല. അന്ന് മറ്റേ അശ്വതി മിസ്സിന്റെ ഒരു ക്ലാസ് ഒക്കെ കുറച്ച് അതിന് മുന്നേ പോലെ നേരം ടൈം എടുത്തിരുന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു നേരം ടൈം എടുത്തിരുന്ന് നമ്മൾ ആ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്താൽ ക്ലിയർ ആവുമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന ഭാഗം കുറച്ചുകൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനാണ് സാധ്യത ഉള്ളത്. എപ്പോഴും അതെ, എനിക്ക് എന്തെങ്കിലും ക്ലാസ് കിട്ടുന്ന വെച്ചൊരു ബുദ്ധിമുട്ടുള്ളതായിരിക്കുള്ളൂ. ഞാൻ പഠിച്ചതിനായിരിക്കും നടക്കുന്നില്ല. അതിന് കുഴപ്പമില്ല, നമുക്ക് നോക്കാം അല്ലെ. എന്നാലും ഇതെല്ലാം ഇതിനപ്പുറം കിടന്നു വന്നതാണ് അല്ലെ. PDF കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നത് വേറെ ചാപ്റ്റർ അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ് എന്നുള്ള ഭാഗമാണ്. യൂണിറ്റ് 2.
ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അത് ജിഷ മാം എടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ മാം അത്. ജിഷ മാം സ്റ്റാർട്ട് ചെയ്തു. Wait. ഒരു മിനിറ്റ് PDF ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. കേൾക്കാമോ? കേൾക്കാം. അതെ, സെക്കൻഡ് ചാപ്റ്ററിലെ യൂണിറ്റ് 2 ടീച്ചർ അത് കണ്ടിന്യൂ ചെയ്യില്ല. നിങ്ങൾക്ക് ഓൾറെഡി സെമിനാർ വന്നിട്ടില്ലേ അതിന്? വന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ പിള്ളേരെ? സെമിനാർ ചെറുതായിട്ട് മാർക്ക് തന്നിട്ടുണ്ട്. ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതിലെ കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തുടങ്ങിയോ? അതെ അതെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഹെർബേറ്റിന് അപ്രോച്ച് വരെ എടുത്തു. എവിടെ വരെ? ഹെർബേറ്റിന് അപ്രോച്ച് എടുത്തു. TA ഒക്കെ പഠിപ്പിച്ചോ? TA ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിപ്പിച്ചോ? ലിനി പറയുന്നു ഇല്ലാണ്. ആണോ ലിനി?
ഉണ്ട് മാം. മറന്നൊഴുകി പോയി. യെസ്. അപ്പൊ അപ്രോച്ചസ് സ്റ്റാർട്ട് ചെയ്തല്ലേ. അപ്പൊ നാലാമത്തെ ഫസ്റ്റ് അപ്രോച്ച് ആണ് കൂടി. നമ്മുടെ PDF ഓപ്പൺ ആവുന്നില്ല കേട്ടോ. അതെന്തോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കയ്യിലെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ് കൂടി ഒന്ന് വരെയൊക്കെ എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ തമ്മിലൊരു ഡിസ്കഷന്റെ മാറിപ്പോയതാണ്. ടോപ്പിക്ക് സെലക്ട് ചെയ്തപ്പോ യൂണിറ്റ്സുകൾ നമ്മൾ മെസ്സേജ് ചെയ്തപ്പോ മാറിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ 2 ആണ്. ടീച്ചറിന് ഓൾറെഡി 4 ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് PA അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. PA എന്താണെന്നാണ് വിഷൻസ് പഠിപ്പിച്ചത് നിങ്ങളോട്? PA ട്രാൻസാക്ഷണൽ അനാലിസിസ്. എന്ത് അനാലിസിസ് ആണത്? സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാൻ നമുക്ക് അതിനെ? കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനൊക്കെ. കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനായിട്ട്. ഓക്കെ. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസും ടീച്ചറും മാനേജ്മെന്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സൈക്കോളജിക്കൽ തിയറി പ്രകാരം പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാല് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? യെസ്. അതിൽ ആര് വേണമെങ്കിലും ഉൾപ്പെടാം. ടീച്ചേഴ്സ് വരാം, മാനേജ്മെന്റ് വരാം, സ്റ്റുഡൻസ് വരാം. അപ്പൊ യെസ്, ഇപ്പൊ ഈ ട്രാൻസാക്ഷണൽ ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ PA എന്ന അപ്രോച്ച് കൊണ്ടുവന്ന ആരാന്ന് അറിയാമോ? ആരാണ്? ഡോക്ടർ എറിക് ബെൻസ് ആണ് കേട്ടോ. ഡോക്ടർ എറിക് ബെൻസ് ആണ്. കേട്ടിരുന്നാൽ മതി. ഡോക്ടർ എറിക് ബെൻസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ. യെസ്, ഇതൊരു സൈക്കോളജിക്കൽ ടൂൾ ആണ്. അപ്പൊ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സൈക്കോളജിക്കൽ ടൂൾസ് ആണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ അതിന് കീഴിൽ വരുന്നുണ്ട്. അതായത് കുറെ പ്രൊസീജിയേഴ്സ്. അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന പ്രൊസീജിയർ ആണ് പാക്ക് എന്ന് പറയുന്നത്. അത് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നോ? പാക്ക് ഇല്ല. ഇല്ല. യെസ്, ഈ പാക്ക് എന്ന് പറയുന്നതിൽ എന്താണ്? P എന്ന് പറഞ്ഞ പാരന്റ്, C എന്ന് പറഞ്ഞ A എന്ന് പറഞ്ഞ അഡൽട്ട്, C എന്ന് പറഞ്ഞ ചൈൽഡ്. അപ്പൊ എന്തായിരിക്കും പാക്ക് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ 3 കോൺസെപ്റ്റിന് 3 പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓരോ മാനസിക തല എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ട് നമുക്ക്. 3 ടൈപ്സ് ഓഫ് ഈഗോ സ്റ്റേറ്റ്. ഇത് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. 3 ടൈപ്സ് ഓഫ് ഈഗോ സ്റ്റേറ്റ്സ് നമ്മൾ അതിൽ പഠിക്കുന്നത്. ആ 3 ടൈപ്സ് ഈഗോ സ്റ്റേറ്റിനെയാണ് നമ്മൾ പാക്ക് എന്ന് പറയുന്നത്. അതിൽ P എന്ന് പറയുന്നത് പാരന്റൽ ഈഗോ സ്റ്റേറ്റ്. P എന്ന് പറയുന്നത് പാരന്റൽ. പാരന്റൽ ആരാണ്? പാരന്റ് ആരാണ്? രക്ഷിതാക്കൾ. ഓക്കെ. പാരന്റൽ ഈഗോ സ്റ്റേറ്റ്. ദെൻ A എന്തിനെ സൂചിപ്പിക്കുന്നു? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അഡൽട്ട് എന്താണ്? അഡൽട്ട് ആരാണ്? അഡൽട്ട് മുതിർന്ന. യെസ്. ചൈൽഡ് C എന്തിനെ സൂചിപ്പിക്കുന്നു? ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. കുട്ടികളുടെ അല്ലെ? യെസ്. ഇത് നമ്മൾ വളരെ രസകരമായിട്ട് പറയുകയാണെങ്കിൽ, വളരെ മലയാളത്തിലൊരു ഡെഫിനിഷൻ പോലെയൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് മൂന്ന് പ്രൊസീജിയർ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞല്ലേ, 3 പാക്ക് എന്ന് പറഞ്ഞല്ലേ. ഇത് നമ്മൾ ആദ്യം ഇപ്പോ പാരന്റൽ ഈഗോ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി കത്തി എടുത്ത് കളിക്കുന്നുണ്ട്. കത്തി എടുത്ത് കളിച്ചാൽ എന്താ സംഭവിക്കുക? കൈമുറിയും. അല്ലെ? യെസ്. അപ്പൊ അമ്മ എന്താ പറയുന്നത്? കത്തി എടുത്ത് കളിക്കണ്ട. അമ്മയുടെ മെന്റൽ സ്റ്റേറ്റ് വെച്ച് അമ്മ പറയണം കത്തി എടുത്ത് കളിക്കണ്ടെന്ന്. ഓക്കെ. ഒരു അഡൽട്ട് സ്റ്റേജിൽ കേൾക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? മുതിർന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? എനിക്കറിയാം. അങ്ങനല്ല, എനിക്കറിയാം, എന്റെ കൈ മുറിയാതെ ഞാൻ തപ്പിക്കോളാം. അല്ല, യെസ്, ഒരു പരിധി. പക്ഷെ എന്നാൽ പോലും എന്താണ്, കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ട് ബിഹേവ് ചെയ്യും ചില സന്ദർഭങ്ങളിൽ. അമ്മ അതെനിക്കറിയാം, കത്തിയിട്ട് കളിച്ചാലും മുറിയാനുള്ള സാധ്യത എന്തെന്ന് എനിക്കറിയാം. അത് വളരെ നല്ലൊരു ഡെഫിനേഷനിലായിരിക്കും കുഞ്ഞ് പറയുന്നത് അല്ലെ? നല്ല മര്യാദയോടുള്ള റെസ്പോൺസ് ആണ്. ഇനി അതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ കുട്ടി പറയുന്നത്. പാരന്റൽ ഈഗോ സ്റ്റേറ്റിൽ അമ്മ പറഞ്ഞ എന്താണ്? കത്തി എടുത്ത് കളിക്കണ്ട, കളിച്ചാൽ കൈമുറിയും. മുതിർന്ന കുട്ടിയാണ് എന്താ പറഞ്ഞത്? മുറിയൊന്നും എനിക്കറിയാമേ, ഞാൻ ശ്രദ്ധിച്ചോളാം.
ഇനി ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലെ കുട്ടിയാണെങ്കിൽ എന്ത് പറയും? ഇത് കേട്ടിട്ട് എന്താണ് കത്തിയത് വെച്ചാൽ എന്താ പറ്റ അല്ലെ? മുറിയട്ടെ, കുഴപ്പമില്ല, മുറിയട്ടെ. എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? അവനത് അറിയാം, അതുകൊണ്ടാണ്. അവൻ അതേ അറിയാൻ അതിനുള്ള അതെ അതിന്റെ അപകടം അറിയില്ല. അത് അങ്ങനെ മുറിഞ്ഞ പെയിൻ ഉണ്ടാവും എന്നുള്ള അറിയില്ല. അപ്പൊ നോക്കി, രണ്ട് റെസ്പോൺസും വ്യത്യാസമല്ലേ? മുതിർന്ന കുട്ടി റെസ്പോണ്ട് ചെയ്ത പോലെയല്ല ചൈൽഡ്സ് ബിഹേവിയറിൽ വന്ന കുട്ടിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കെല്ലാം ഒരു 3 ഈഗോ സ്റ്റേറ്റ്, 3 തലങ്ങളുണ്ട് ഒരു കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ പലരും അത് ഏജ് അനുസരിച്ച്, ഏജ് ആണ് നമ്മൾ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മുതിർന്ന കുട്ടി അത്രയും നല്ലൊരു റെസ്പോൺസ് കൊടുക്കാൻ കാരണം എന്താണ്? അവന്റെ ഏജിലുള്ള വ്യത്യാസമാണ്, അല്ലെ? ആണോ? അതെ. അതെ. ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടി, ആ കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവന്റെ മാനസിക നില അത്രത്തോളം എത്തിയിട്ടില്ല. അതിന്റെ അപകടസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ കത്തിയെടുത്ത് കളിച്ചാലുള്ള അപകടസ്ഥിതി എന്താണ് കുട്ടി റിയലൈസ് ചെയ്തിട്ടില്ല, അല്ലെ? യെസ്, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ട്രാൻസാക്ഷണൽ അനാലിസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ് ആണ്. ഇതിലില്ലാതെ കുറെ സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഓക്കെ, കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഇതാണ് സൈക്കോളജി. അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. യെസ്. ഇനി അതിൽ തന്നെ നമ്മള് കണ്ടിൻജൻസി മാനേജ്മെന്റ് എന്ന ഭാഗം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കണ്ടിൻജൻസി മാനേജ്മെന്റ് അതും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പാരഗ്രാഫില്. അതായത് നമ്മള് ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അപ്രോച്ചസുകൾ പഠിക്കുന്നുണ്ട്. ആ അപ്രോച്ചസിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്ത്? ട്രാൻസാക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ അപ്രോച്ച് എന്നാൽ TA എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് എന്താ? ബിഹേവിയർ മോഡിഫിക്കേഷൻ. എന്താണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്? ബിഹേവിയർ മോഡിഫിക്കേഷൻ, ബിഹേവിയർ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം. പരിഷ്കരണം. നമ്മൾ എന്തിനാണ് നമ്മുടെ ബിഹേവിയർ പരിഷ്കരിക്കുന്നത്? ഒരു ക്ലാസ് മുറിയിൽ കുട്ടികളുടെ ബിഹേവിയർ പരിഷ്കരിക്കുന്നത്, മോഡിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുത്ത് നല്ല ഇതാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റാവുന്നിടത്തോളം ശ്രമിക്കാം. വെരി ഗുഡ്. അതായത് എന്താണ്? അനാരോഗ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളെ നല്ല പെരുമാറ്റങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ അപ്രോച്ചസ് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന 3 തരം പ്രൊസീജിയേഴ്സ് ആണത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ എന്താക്കി മാറ്റുന്നു. അതായത് 3 രീതിയിലാണ് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഉള്ളത്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പണിഷ്മെന്റ് ഒരു റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ് ആണ്. പണിഷ്മെന്റ്, ശിക്ഷ. അതേപോലെ തന്നെ എന്താണ്? എക്സ്റ്റിങ്ഷൻ. അപ്പൊ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിഹേവിയർ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യും. എങ്ങനെയാണ് പോസിറ്റീവായിട്ട് അവരെ റീഇൻഫോഴ്സ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? അത് ചെയ്യുന്നത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് നന്നായി കൂടുതൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞതിനെ പോസിറ്റീവ് ആക്കി പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവനെ എന്ത് ചെയ്യണം? നമ്മള് ജസ്റ്റ് മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെ? നന്നായിട്ട്, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി അതായത് നമ്മളെ മാക്സിമം എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അത് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആളെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒരു മിനിറ്റ് ഹസീന ടീച്ചർ ഇവിടെ PDF ഓപ്പൺ ആക്കിയിട്ടുള്ള നമ്മുടെ യൂണിറ്റ് 2 ചില ഭാഗങ്ങൾ മാത്രമേ ടീച്ചർ പറയുന്നുള്ളൂ. ടീച്ചർ എടുത്തു പോയ ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ് അത് തന്നെ എടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. യെസ്. നെഗറ്റീവ് ആയിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. എന്തിനാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്തിനാ കൊടുക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ചെയ്യാതിരിക്കാൻ, അല്ലെ? അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ചെയ്യരുതെന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഒന്നില്ലെങ്കിൽ കുഞ്ഞ് എന്ത് മനസ്സിലാക്കും? അത് ചെയ്തു കഴിഞ്ഞാല്
ഇനി അത് ചെയ്ത് ആവർത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതുണ്ട്. പിന്നീട് എന്താണ്, ചില കുട്ടികൾ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാം, അതൊരു മൈൻഡ് കപ്പാസിറ്റി അനുസരിച്ചുള്ള, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മള് പണിഷ്മെന്റ് കൊടുക്കും. പണിഷ്മെന്റ് കൊടുക്കുന്ന കുട്ടികളിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? പണിഷ്മെന്റ് കൊടുക്കുമ്പോ മാറ്റം വരുന്നുണ്ടോ? ചിലവരിൽ മാറ്റം വരും, ചിലപ്പോ മാറ്റം വരും. ചിലർക്ക് ആ പനിഷ്മെന്റ് ഒരു രസമായി കാണുന്നവരും ഉണ്ട്. അതായത് നമ്മൾ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. കുഞ്ഞ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ. പണിഷ്മെന്റ് കൊടുത്താലും അവൻ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടാവും അല്ലെ. ചിലപ്പോ ചില കുട്ടികൾ പേടിച്ചിട്ട് പണിഷ്മെന്റ് പേടിച്ചിട്ട് ചിലപ്പോൾ അനുസരിക്കും. ചിലവരെന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കും. ചില കുട്ടികൾക്ക് ഇത് എന്താ സംഭവിച്ചതെന്നത് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? കുട്ടികളുടെ നേച്ചർ ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മൾ അതിനാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ നമ്മൾ പഠിച്ചത്. എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ. യെസ്. കുട്ടികൾ വിചാരിക്കുന്നതല്ല അധ്യാപകർ വിചാരിക്കുന്നത് അല്ലെ. അധ്യാപകർ വിചാരിക്കുന്നതല്ല കുട്ടികൾ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം ഇതായിട്ട് പറഞ്ഞു കൊടുത്താലും ഓരോ കുട്ടികളും വ്യത്യസ്തമായിട്ടായിരിക്കും ആ ഒരു കാര്യത്തെ കേട്ടിരിക്കുന്നത് അല്ലെ. ഓരോ കുട്ടികളുടെ റെസ്പോൺസും വ്യത്യാസമില്ല. എല്ലാ കുട്ടികളും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യോ? ഇല്ല, അവരിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ പണിഷ്മെന്റ് ഒരു പരിധി വരെ കുട്ടികളെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. അതേപോലെ തന്നെ എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എക്സ്റ്റിങ്ഷൻ എന്താണ്? അവഗണന. എക്സ്റ്റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവഗണിക്കുക. നമ്മൾ കുട്ടികളെ ഏത് സാഹചര്യത്തിലാണ് അവഗണിക്കുന്നത്? അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യണം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്? അവഗണിക്കുമ്പോ അവർക്കൊരു വിഷമം വന്നിട്ട് അവരത് ചെയ്യും. അവഗണന എന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ അറ്റാക്ക് ആണ് ശരിക്കും അല്ലെ. നമ്മൾ അവഗണിച്ച് ചില പോയിന്റിൽ ഇപ്പൊ നമ്മൾ എത്രയോ പറഞ്ഞിട്ടും പഠിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു കുട്ടീനെ മാത്സ് പഠിപ്പിക്കാൻ കുറെ ദിവസം ഇരുത്തി, എന്ത് ചെയ്തിട്ടും പഠിക്കുന്നില്ല. ലാസ്റ്റ് നിങ്ങൾ കുറെ ഡയലോഗ് അങ്ങോട്ട് പറയും, പഠിക്കണ്ട, നിന്റെ ഭാവി പൊക്കാണ്, നിനക്ക് മാത്സിൽ നിനക്ക് നല്ലൊരു ടോപ്പർ ആവാനോ ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ എനിക്ക് സാധിക്കില്ല. ഞാനിത് എന്നോട് ഇത് പറയില്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പഠിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് അമ്മമാര് വിഷമിച്ച് കുറെ ഡയലോഗ് അങ്ങോട്ട് പറയും. അത് ഒരു അവഗണനയുടെ തുല്യമാണ് അല്ലെ. നമ്മുടെ വിഷമമാണ് പറയുന്നെങ്കിൽ പോലും എന്താണ്, കുട്ടിക്ക് അത് കേൾക്കുമ്പോൾ കുട്ടി അതെന്താണ്, ഇനി നീ ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോളാം നമ്മൾ പറയും അല്ലെ. ഇഷ്ടമുള്ള പോലെ നിനക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്നെ ഇങ്ങനെ നോക്കണ്ട, ഞാനിത്. പിന്നെ വേറെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഫേവറേറ്റേഴ്സ് ഒക്കെ കാണിച്ച ആളെ മൊത്തത്തിൽ അങ്ങ് അവഗണിച്ചു വിടും അല്ലെ. കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? ഇമോഷണലി ആൾ ഡിസ്റ്റർബ്ഡ് ആവും. ഓ, അമ്മ അങ്ങനെ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഇനി ഇത് ആവർത്തിച്ചു കൂടാ അല്ലെ. ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ ആരും തന്നെ മൈൻഡ് ചെയ്യില്ല, അതില് ഞാൻ പുറത്താക്കപ്പെടുന്നുള്ള തോന്നൽ ആരുടെ ഉള്ളിൽ ഉണ്ടാവും? കുഞ്ഞിന്റെ ഉള്ളിൽ നോർമലി ഉടലും. ഓക്കെ. യെസ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു മനസ്സിന് അങ്ങനെ ചിന്തിക്കാൻ, എന്ത് കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ ചിന്തിക്കണം ഓരോ പേഴ്സണാലിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഓരോ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന സവിശേഷതകളാണ് തീരുമാനിച്ചെടുക്കുന്നത്. അപ്പൊ കുഞ്ഞങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറ്റും? അവൻ തീരുമാനിക്കും, ഇനി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നടപടി ആവില്ല, എന്ത് ചെയ്യണം? അമ്മ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ അവഗണന കൊടുക്കുന്നതോടും കൂടി അതുപോലെ നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഇതേപോലെ പറയാറുണ്ട്, ഒരു ഗ്രൂപ്പിനെ തന്നെ ആക്ഷേപിക്കാറുണ്ട്. പഠിക്കൂല, നിങ്ങളിനി പഠിക്കൂല, ഒറ്റെണ്ണം ഇവിടുന്ന് ജയിച്ചോണം കാണൂല. നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഭയങ്കര കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാറില്ല ദേഷ്യത്തില്. അവഗണനയാണത്. അത് ഒരു തരം മോട്ടിവേഷണൽ ടെക്നിക്കാണ്. അതായത് അവർ മോട്ടിവേറ്റഡ് ആവുകയാണ് അവിടെ. ടീച്ചർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പഠിച്ച് മാർക്ക് വാങ്ങിക്കണമെന്നൊരു വാശി വരും അല്ലെ. ആണോ? അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെ. യെസ്. മൊത്തം ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സും പറയും ഇതുപോലൊരു ബാച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതുപോലെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് മൊത്തത്തിലൊരു ഇതുണ്ട് ടീച്ചേഴ്സിന് ഉള്ളതാണ്. അപ്പൊ നമ്മളുടെ ബിഹേവിയർ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് മാനേജ്മെന്റിൽ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ റീഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ എക്സ്റ്റിങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവഗണിക്കുന്നത്. ഇതെല്ലാം തന്നെ അവരുടെ പെരുമാറ്റത്തിന് കൂടുതൽ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ. യെസ്. മനസ്സിലായോ കാര്യം പറഞ്ഞത്? യെസ്. ഇനി അവിടെ തന്നെ പറയുന്നുണ്ട് ബിഹേവിയർ. എന്റെ PDF ഓപ്പൺ ആവാത്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ നോക്കുന്ന ടെക്സ്റ്റിലെ.
നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ട്രാൻസാക്ഷൻ അനാലിസിസ് പറഞ്ഞു, ബിഹേവിയർ മോഡിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ എന്താണ് അതിൽ വരുന്നത്? കണ്ടിജൻസി മാനേജ്മെന്റ്. എന്താണ് കണ്ടിജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? കണ്ടിജൻസി മാനേജ്മെന്റ് ഇതായിരിക്കും നിങ്ങൾ പഠിച്ചതെന്നല്ലേ പറഞ്ഞത്? ഒരാളുടെ കയ്യിന്ന് വേറൊരാളിലേക്ക് ആണോ? മാറി കിട്ടുന്ന ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാലേ ഇതൊരു ടൂളാണ്. അതായത് നമ്മള് എന്താ പറയുക, ഒരു അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ആണ്. ചിലപ്പോ ഒരൊറ്റ പ്രത്യേക കാര്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം, എന്തെങ്കിലും തരത്തിലൊരു ബാഡ് ഹാബിറ്റോ അല്ലെങ്കിൽ ബാഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ മാത്രം ലക്ഷ്യമിട്ടിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് ചിലപ്പോ ആൾക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കും, അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ബിഹേവിയറിൽ നിന്നും അവനെ മൊത്തമായിട്ട് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ടീച്ചർമാർ, ചില ക്ലാസ് റൂമിൽ, അത് ചില കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളില്ല കേട്ടോ, ചില അങ്ങനെ മാനസികമായിട്ട് ചില കുട്ടികളുണ്ട്. ഇപ്പോ നമ്മള് എന്താ പറയാ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എന്താ പറയാ സബ്സ്റ്റാൻസ് യൂസ് ചെയ്യുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ, നമ്മള് മയക്കുമരുന്നുകള്. നമ്മൾ ആദ്യം ഇത് നോട്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ടീച്ചർ ആദ്യം എന്താ ചെയ്യുന്നത്, മാക്സിമം ഇത് അവൻ അത് അഡിക്റ്റഡ് ആണെന്ന് ഒരു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അവനെ സ്റ്റഡി ചെയ്തതിനു ശേഷം അവൻ അതിൽ നിന്ന് മാറ്റാനായിട്ടുള്ള പല ടെക്നിക്സുകൾ കൊടുക്കും, ചിലപ്പോൾ പാരിതോഷികങ്ങൾ കൊടുക്കും. അല്ലെങ്കിൽ അവന് സ്പെസിഫിക് ആയിട്ടുള്ള അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ആ ടീച്ചർ മാക്സിമം എന്താണ് അവന്റെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഈ കണ്ടിജൻസി മാനേജ്മെന്റ് നമ്മൾ കൂടുതലും പാരിതോഷികങ്ങൾ കൊടുത്തിട്ടാണ് കുട്ടീനെ ഫോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പല പല തന്ത്രങ്ങൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ എന്തായാലും ഇങ്ങനെ ഒരു മാനസിക ടെൻഡൻസി ഉള്ള ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യമുള്ളവരോ മറ്റെന്തെങ്കിലും ലൈംഗിക ആസക്തിയുള്ള കുട്ടികളില്ലേ, ലൈംഗിക ആസക്തി, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ആസക്തിയുള്ള കുട്ടികളുണ്ട് ഇല്ലേ? എന്താ തീർച്ചയായും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലാണ്. നിങ്ങൾ ഇല്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഉണ്ട് കേട്ടോ, കാര്യങ്ങൾ അവർക്കറിയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ അത് പോകുമ്പോൾ കുറച്ച് അവർക്ക് യൂഷ്വലി ഇച്ചിരി പാട് വരാറുണ്ട്. ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരിടുന്ന ഡ്രസ് കോഡ് അവർ വളരെ സൂക്ഷിച്ചാണ് ഒരു ടീനേജ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവരിടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യും, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തിട്ട് ആടെ അതിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങളെ നടത്തപ്പെടാൻ പറ്റുള്ളൂ അല്ലെ? അതിൽ നിന്നും പൂർണ്ണമായി മാറണമെന്ന് ആരാണ് വിചാരിക്കേണ്ടത്? അതാണ് നമ്മളെന്ത് വിചാരിക്കും, നമ്മൾ ടീച്ചർ പറയുന്ന എല്ലാ കുട്ടികളും അനുസരിക്കുന്നുണ്ടെന്നാണോ? അല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അനുസരണയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കേട്ടോ. കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താണ് ഒരു കാര്യവും നടക്കില്ല. നമ്മൾ എത്രത്തോളം തിയറീസും അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടൻസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടി എന്ത് ആക്സെപ്റ്റ് ചെയ്യുന്നു അവരുടെ റെസ്പോൺസ് ആണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ റെസ്പോൺസിലൂടെയാണ് വരുന്നത്. അപ്പൊ ഓരോ ക്ലാസ്സിലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതാണ് ഈ ടീച്ചിങ് പ്രൊഫഷന്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇത്രയും കുട്ടികളെ നമുക്ക് ഒരേപോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. ടീച്ചിങ് പ്രൊഫഷൻ ഒരിക്കലും ഒരു എളുപ്പമുള്ള പണിയാണെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ, അല്ലെ? സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങും. സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് എന്ത് കാര്യം അങ്ങനെ അല്ലെ? പിന്നീട് ഞാൻ പറയാറുണ്ട് എപ്പോഴും ബാക്കി ക്ലാസ്സിൽ നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തിരിച്ചറിയും നമ്മൾ ആസ് ഒരു നല്ല ബെസ്റ്റ് ടീച്ചർ ആണെന്ന് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും. ഒരു ദിവസം നമ്മുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ അയ്യോ ഞാൻ നല്ലൊരു ടീച്ചറാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്. അത് ഇന്റേൺഷിപ്പിന് ആകുമ്പോൾ കിട്ടുമെന്നില്ല കേട്ടോ, ചിലപ്പോ അതാണ് അറിയാം. ആ ഒരു സമയം നിങ്ങൾ എത്തും എന്തായാലും. ആ സമയത്ത് എന്നെ ഓർക്കാൻ പറ്റും, എന്നെ ഓർക്കാം കേട്ടോ. അങ്ങനെ ഒരു ദിവസം എല്ലാ ടീച്ചേഴ്സിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. എന്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നല്ല ടീച്ചറാണെന്ന് നമുക്ക് തോന്നണം, നമുക്കാണ് തോന്നേണ്ടത് അല്ലെ? നമുക്ക് നമ്മൾ റിയലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ള നമ്മൾ ആ ടീച്ചിങ് ഫീൽഡ് ഏറ്റവും ഫ്ലറിഷ് ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്തത് പറയുന്നത്? ഓക്കെ, കണ്ടിജൻസി മാനേജ്മെന്റ് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ ക്ലാസ് റൂമില് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് തിയറീസും അത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ച തിയറിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്താ റിയലിസ്റ്റിക് സിറ്റുവേഷൻസ്. പക്ഷെ ഈ നമ്മൾ എന്താ പറയാ, ഈ ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ഓക്കെ, അത്
അങ്ങനെ എല്ലാവർക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികള് 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരിൽ എന്തുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. 50 കുട്ടികൾക്ക് 50 സ്കില്ലാണ്, 50 ടാലന്റഡ് ആണ്, 50 കപ്പാസിറ്റി ആണ്, 50 ആറ്റിറ്റ്യൂഡ് ആണ്, 50 ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഇതൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തിയറീസ് കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും തിയറീസ് ഒക്കെ പഠിച്ചു വെക്കാൻ പറ്റും, പ്രാക്ടിക്കൽ ആക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ജോലി എടുത്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും അതിൻ്റെതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കൽ. ഇപ്പോ വനിത ടീച്ചറിനൊക്കെ അറിയാൻ പറ്റും, സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഓരോ ദിവസങ്ങളുടെ പ്രത്യേകതയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് കരുതിയിരിക്കാനേ പറ്റുള്ളൂ അല്ലെ. കരുതിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഒരാൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല കേട്ടോ, അതങ്ങനെയാണ് കേട്ടോ. യെസ്, അതുകൊണ്ടാണ് പറയുന്നത് അത് ശാസ്ത്രീയമായ ഒരു സമീപനമാണ്. കുട്ടികളെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതുപോലെയാണ് ആ ക്ലാസ് വരുന്നത്, മനസ്സിലായോ. ടീച്ചർ എങ്ങനെ ഇടപെടുന്നു അതിനനുസരിച്ച് ആ ക്ലാസ് ബെസ്റ്റ് ക്ലാസ് ആയിട്ട് മാറും. ടീച്ചർ റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യണം. ആർട്ടിസ്റ്റിക് മാനറിൽ നമ്മൾ പെർഫോം ചെയ്ത ക്ലാസ് ആയെങ്കിൽ ബോറടിക്കും. ഇങ്ങനെയായിരിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ എല്ലാ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അവരുടെ ഓൾ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലവ് എന്ന കണ്ടന്റ് അവിടെ കൊണ്ടുവരാം, സ്നേഹം അല്ലെ. എന്ത് ബിഹേവിയർ അപ്രോച്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും സ്നേഹം എന്ന അപ്രോച്ചസ് അവിടെ അന്ന് വെതറിക്കഴിഞ്ഞാൽ ഏത് കുട്ടികളും നമ്മളുടെ അതിൽ കീഴടങ്ങും. അങ്ങനെ പറ്റണം നമുക്ക്. അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസ് എടുക്കാനായിട്ടാണ് നമ്മൾ പ്രിപ്പയർഡ് ആവുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കാനല്ല കുട്ടികളെ കൊണ്ട്, കുട്ടികളിൽ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറഞ്ഞിട്ടില്ലേ, എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അർത്ഥമാക്കുന്നത്, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലുള്ള ഓൾറൗണ്ട് പേഴ്സണാലിറ്റിയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. ആ വ്യത്യാസം കൊണ്ടുവരുന്നത് ആരാണ്, നമ്മൾ അധ്യാപകരാണ്. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്ലാസ് റൂമാണ്. ഓക്കെ, ക്ലാസ് റൂം എന്ന് പറയുന്നത് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സാധനമല്ല അല്ലെ. അതിന് ജീവൻ വെക്കണമെങ്കിൽ ജീവനുള്ള അധ്യാപിക വേണം. ജീവനുള്ള അധ്യാപികയാണെങ്കിൽ മാത്രമേ ജീവനുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നല്ലോണം വർക്ക് ഹാർഡ് ചെയ്യണം, നല്ലോണം നിങ്ങൾ പ്രാക്ടീസ്. നിങ്ങളിപ്പോ ഇവിടെ കുറെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സത്യം സംഭവിച്ചു. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്ലാസ് എടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം, എന്റെ ക്ലാസ് എങ്ങനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണം, ഒരു ടോപ്പിക് എങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം, ഒരു മെറ്റീരിയൽ എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റണം, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് തിയറികൾ എഴുതി വെച്ച കാര്യങ്ങളല്ല, തിയറി എഴുതി വെച്ച കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു, അതെങ്ങനെ നമ്മൾ റിയൽ ആയിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ് നോക്കിയത്. അത് തന്നെയാണ് പിള്ളേരെ ഏറ്റവും വിജയം. കാരണം നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ബുക്ക് നോക്കി എന്ത് വേണമെങ്കിലും കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ജീവനുള്ള ക്ലാസ് ഉണ്ടാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവനില്ലാത്ത ക്ലാസ്സിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഒരു ടീച്ചർ വെറുതെ ക്ലാസ്സിൽ പോയിരുന്ന ടെക്സ്റ്റ് നോക്കി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കുട്ടികൾ അവിടെ നിന്ന് വർത്താനം പറയേണ്ട ആവശ്യമുള്ളത് എഴുതിയെടുക്കുന്നുണ്ട്. അവിടെ എവിടെയാണ് ഒരു ക്രിയേറ്റിവിറ്റി, എവിടെയാണ് നോളജ് കിട്ടുന്നത്, ഒന്നുമില്ല. തൊട്ടപ്പുറത്തൊരു ടീച്ചർ ക്ലാസ്, അതാണ് അപ്പുറത്തെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട്. ടീച്ചർ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ ക്ലാസ് എടുക്കുന്നിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ ടീച്ചർ അവതരിപ്പിക്കുന്ന മെത്തേഡ് എന്താണ്, സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു കഥയിലൂടെയാണ് ആ ടോപ്പിക് ടീച്ചർ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആവോ അല്ലയോ? ഇൻട്രസ്റ്റഡ് ആവും, ഭയങ്കര ഇൻട്രസ്റ്റഡ്. യെസ്, ഭയങ്കര ഇൻട്രസ്റ്റഡ്. അപ്പൊ ഞങ്ങളുടെ 40ൽ ഒരു കുട്ടി ഒരു സെമിനാർ ടോപ്പിക് കൊടുത്തിട്ട് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ് സോന എടുത്തത്. എന്ത് രസമായിട്ടാണ് എടുത്തതെന്ന് അറിയാം. അതായത് ഒരിക്കലും അങ്ങനെ കഥ പറയാൻ പറ്റിയൊരു ടോപ്പിക്കേ അല്ല അത്. യെസ്, മോട്ടോർ വെഹിക്കിൾ ആക്ടോ അങ്ങനെ എന്തുകൊണ്ടായിരുന്നു, ആക്ടിനെ കുറിച്ച് എന്താണ്, പക്ഷെ എന്ത് റിയലിസ്റ്റിക് ആയിട്ട് ക്ലാസ് എടുത്തു. ആ കുട്ടിക്ക് വേറൊരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ അത് ഉള്ളിൽ നിന്ന് വന്നതാണ്. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആള് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, ക്ലാസ് എടുക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കാനാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. എന്താണ് നിങ്ങൾ ഇനി പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു ഫീൽഡിലാണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് നല്ല ടീച്ചിങ് കാപ്പബിലിറ്റീസ്, നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്നല്ല, നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, കുട്ടികളെ നമ്മളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അധ്യാപികയായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് എന്താ പറയുക ആർട്ടിഫിഷ്യൽ അധ്യാപികരായിട്ട് മാറരുത് കേട്ടോ.
ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ ഈ പ്രൊഫഷനോട് അത്രത്തോളം ആത്മാർത്ഥത കൊടുത്തിട്ടുള്ളൊരു ടീച്ചിങ് ആയിരിക്കണം നിങ്ങളുടെ ഉണ്ടാവേണ്ടത് കേട്ടോ. യെസ്, ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തിനും പറയും പിള്ളേരെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ക്രിട്ടിസൈസ് ചെയ്യാം. ടീച്ചർ പറഞ്ഞാൽ ശരിയായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് വല്ല മനസ്സിലായോ? അപ്പുറം ചോദിക്കണല്ലേ അത്? ചെറുതായി പറഞ്ഞ എന്താ പറയേണ്ടത്? ക്ലാസ് എടുക്കാൻ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് സമയം എപ്പോ കിട്ടുന്നു അപ്പൊ പോയിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഒരു കഥയാണെങ്കിലും പോയോ ആണെങ്കിലും എന്താണെങ്കിലും ഒരു പോയം ഇപ്പൊ നമ്മുടെ മുന്നിൽ ആരും വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു ചെടിയാണെങ്കിൽ ചെടിയെ നോക്കി ക്ലാസ് എടുക്കാം. നിങ്ങളുടെ മുന്നിൽ മിറർ ആണെങ്കിൽ മിററിനെ നോക്കി ക്ലാസ് എടുക്കാം. അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ആവട്ടെ. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ 100% ഉറപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളെ പറഞ്ഞത് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തത്. പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഉറപ്പായിട്ട് ക്ലാസ് എടുക്കാൻ പഠിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നി. എന്നാലും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ചെടിയുടെ മുമ്പിലും മരത്തിന്റെ മുമ്പിലും കുളത്തിന്റെ മുമ്പിലൊക്കെ പോയിട്ട് എന്റെ മുന്നിൽ കുട്ടികളാണെന്ന് വിചാരിച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നിരന്തരമായിട്ട് ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന സമയം ഞാൻ അടുക്കളയിൽ നിന്ന് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്കറിയോ, അടുക്കളയിൽ നിന്ന് നമ്മൾ പഠിക്കാം. നമ്മുടെ സ്പേസ് എവിടെയാണോ അവിടെ നമുക്ക് മനസ്സുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, മറ്റുള്ളവര് ചിലപ്പോ വട്ടാണെന്ന് വിചാരിക്കുന്നില്ലേ? അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മറ്റുള്ളവർ വിചാരിക്കും വട്ടാണ്, ഇത് ചെയ്യാനാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നല്ല അധ്യാപികയായി തീരാണ് അല്ലെ? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, മറ്റുള്ളവരൊന്നും മൈൻഡ് ചെയ്യണ്ടാവും കേട്ടോ. അപ്പൊ നല്ല ടീച്ചേഴ്സ് ആയിട്ട് മാറാനുള്ള എല്ലാ സ്കില്ലുള്ളവരാണ് നിങ്ങൾ. അതിനൊന്ന് പോളിഷ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് പറഞ്ഞില്ല. അതേപോലെ നിങ്ങൾ എന്ന ടീച്ചർ എന്ന ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ടീച്ചർ കിടപ്പുണ്ട്. നിങ്ങൾ തിരിച്ചറിയാത്തതാണ് കേട്ടോ. അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കാം പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതായിട്ട് നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല. പക്ഷെ നമ്മള് വേണ്ടാന്ന് വെക്കുന്നുണ്ടാ നമുക്ക് പറ്റാത്തത്. വേണ്ടാന്ന് നിൽക്കണ്ട. നമുക്ക് ആർക്കും ഒരു ജീവിതമുള്ളൂ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കുറവാണ്. പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ബോറടിക്ക് ശേഷം ഇന്ന് വൈകിട്ട് ചെയ്യട്ടെ? ബോറടി ഒന്നുമില്ല മാം. ബോറടിച്ചില്ല, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ബോറൊന്നും അടിച്ചില്ല. ബോറടിക്കെന്ന് പറയണം കേട്ടോ. ഞങ്ങളെ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി എനിക്ക് മാറ്റം കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ പറയണം അല്ലെ? അല്ല മാം, ഞങ്ങളുടെ ക്ലാസ് റൂം എങ്ങനെയാവൂന്ന് ചെറുതായിട്ട് ചിന്തിച്ചു പോയി ഭാവിയില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങള് അത്യാവശ്യം നമുക്ക് സംസാരിക്കാനെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഹിന്ദി സംസാരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഏത് ഭാഷ ആണെങ്കിലും ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഈ കുട്ടികളെ പിടിച്ചിരുത്താനുള്ള എല്ലാ കപ്പാസിറ്റി നമ്മൾ ആ സമയത്ത് ക്ലാസ്സിൽ കയറുമ്പോൾ വേറൊരാളായി മാറി. ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോയ പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റയിൽ. ടീച്ചറെ ഇവിടുന്ന് പോയ ഞാനേ അല്ലേ ഇപ്പൊ ടീച്ചറെ, ഒരുപാട് വ്യത്യാസം എനിക്ക് തന്നെ. ഞാൻ ക്ലാസ് റൂമിൽ കയറി കഴിയുമ്പോൾ എനിക്ക് വേറൊരു സ്വഭാവമാണ്. ഞാൻ നല്ലൊരു ടീച്ചറാണെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി ടീച്ചറെ പോരാറായിരുന്നു. അപ്പൊ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോയി പ്രാക്ടീസ് ചെയ്ത കുട്ടികളാണ് കേട്ടോ. അപ്പൊ അവര് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് 15ലെ കുട്ടികളാണ്. പ്രാക്ടീസ് ചെയ്തിട്ട് പോയി ക്ലാസ് എടുത്ത കുട്ടികളാണ്. പ്രാക്ടീസ് ചെയ്യും. നമ്മളിപ്പോ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ പല പ്രാവശ്യം എന്താ ചെയ്യുന്നത്? റിവൈസ് ചെയ്യും. ഒരു ചാപ്റ്ററിനെ പിന്നെ റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തിച്ചേരുന്നത് അല്ലെ? അത്രേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കാൻ പ്രിപ്പയർഡ് ആവാം. അതാണ് വേണ്ടത്. അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ ഓരോ ടീച്ചേഴ്സിന് എന്തുണ്ട്? ഓരോ ടീച്ചിങ് സ്റ്റൈൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്? ഇപ്പൊ എന്റെ 14ലെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോരുത്തരും പല ടീച്ചിങ് കപ്പാസിറ്റി ഉള്ളവരാണ്. എനിക്കിപ്പോ സെമിനാറും കാര്യങ്ങളും എടുക്കുമ്പോൾ അറിയാവുന്നതാണ്. ഇപ്പൊ രേവതിയുടെ സ്റ്റൈലല്ല നമ്മുടെ ആർക്കാണ് സുറുമിക്കുള്ളത്, റസ്മിനൊക്കെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട്? ഓരോ ടീച്ചിങ് സ്റ്റൈല് വേറെ അല്ലേ? അപ്പൊ അതിനെ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടീച്ചറായിട്ട് മാറാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും കേട്ടോ. അപ്പൊ നമ്മളുടെ ബാക്കിയുള്ള പുറകിലുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ അവിടെ പുറകെ നിന്നോളും. നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാക്കി മുന്നോട്ട് പോവാം. ബാക്കിയൊക്കെ സക്സസ് ആവുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വിഷമവും സങ്കടവും എല്ലാവർക്കും ഉണ്ട്.
എന്റെ ലൈഫൊക്കെ അത്രയും കഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ മാറ്റം വരും. നമ്മളുടെ ലൈഫൊക്കെ ഇങ്ങനെ മാറി മാറി നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് എപ്പോഴായാലും എത്തിച്ചേരും. പിന്നെ നമ്മുടെ ലൈഫ് എന്താണ്, അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. സങ്കടവും വരും, സന്തോഷവും വരും. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പോവാ. ഇത്ര നാള് പോകും, പോണത്രയും പോട്ടെ അല്ലേ, പോണത്രയും പോട്ടെ. ഹാപ്പി ആയിട്ട് പോകാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഇപ്പൊ ഇതില് ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്ന പോയോ എല്ലാവരും? ഇനി കേൾക്കാമോ? കുറച്ചു പേർക്ക് ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 പേർക്ക് ടോപ്പിക് കിട്ടിയിട്ടുണ്ട് മാം. കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് പി ജിക്ക് ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടോ? ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ സെമിനാർ എടുപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിലെ നിങ്ങളെ കൊണ്ട് അങ്ങനത്തെ സെമിനാർ എടുപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ കുറെ കുട്ടികൾ അപ്രോച്ചസ് ഒന്നും പഠിച്ചിട്ടില്ല. ചിലപ്പോ കുറെ ഗ്യാപ്പ് കഴിഞ്ഞ് കയറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ സെമിനാർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കി എടുക്കണമെന്നില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ഇത് സെമിനാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല ടോപ്പിക്. പക്ഷെ മിസ് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം അപ്രോച്ചസ് മനസ്സിലായാൽ മാത്രം നമുക്ക് എങ്ങനെ ക്ലാസ് ടെക്നിക്സിൽ ക്ലാസ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവണം. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ പല കുട്ടികളില്ലേ, കുറെ പേര് ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കുറച്ച് കുറഞ്ഞവരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം അല്ലെ. നിങ്ങൾക്ക് ആ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ ക്ലാസ് എടുക്കുന്ന കുട്ടികൾ ചിലപ്പോ കുറച്ച് കണ്ടന്റ്സ് പറഞ്ഞു എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ കഴിയും. ചില ടോപ്പിക്സ് ഞാൻ തന്നെ എടുക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കൊണ്ട് സെമിനാർ എടുപ്പിക്കുള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. താങ്ക് യു. ശരി. താങ്ക് യു മാം.